നമസ്കാരം. പ്രധാന വാർത്തകൾ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് പ്രതി കഴുത്തറുത്ത് മരിച്ച നിലയിൽ. വയനാട് കേണിച്ചിറ സ്വദേശി ജിൽസനാണ് മരിച്ചത്. കത്തികൊണ്ട് കഴുത്തറുത്ത് മരിച്ച നിലയിലാണ് പ്രതിയെ കണ്ടെത്തിയത്. മുമ്പും ജിൻസൺ ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. തുടർന്ന് കൗൺസിലിംഗ് അടക്കം നൽകിയിരുന്നു. ഭാര്യ കൊലപ്പെടുത്തിയ കേസിലാണ് ജിൽസൺ ജയിലിലായത്. തൃശൂരിൽ ഹോണടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ 3 പേർക്ക് കുത്തേറ്റു. തൃശൂർ പേരാമംഗലത്ത് ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഹോണടിച്ചതിന്റെ പേരിലുള്ള തർക്കത്തിനിടെ അച്ഛനും മകനും സുഹൃത്തിനുമാണ് കുത്തേറ്റത്. മുണ്ടൂർ സ്വദേശി ബിനീഷ്, മകൻ 19-കാരനായ അഭിനവ്, സുഹൃത്ത് അഭിജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. ഇവരെ ആക്രമിച്ച കേച്ചേരി സ്വദേശി കൃഷ്ണകിഷോർ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. മുണ്ടൂരിലെ പച്ചക്കറി കടയിലെ ജീവനക്കാരനാണ് ഇയാൾ. 2 ബൈക്കുകളിലായാണ് അച്ഛനും മകനും സുഹൃത്തും യാത്ര ചെയ്തിരുന്നത്. ബാഡ്മിന്റൺ കളിച്ച് മടങ്ങുകയായിരുന്നു. ബൈക്കിലാണ് അക്രമിയും എത്തിയത്. അഭിനവ് ഹോണടിച്ചതിൽ അക്രമി പ്രകോപിതനാവുകയായിരുന്നു. തുടർന്ന് ബൈക്ക് തടഞ്ഞു നിർത്തി തർക്കത്തിലേർപ്പെടുകയും ആക്രമിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലേക്ക് കടന്ന അക്രമിക്കായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. മകനെ വിഷം കൊടുത്തു കൊന്ന കേസിൽ 4 വർഷമായി ജയിലിലായിരുന്ന പിതാവിനെ കോടതി വെറുതെ വിട്ടു. മുഹമ്മദ് അലി നൌഷാദ് അലി അൻസാരിയാണ് തെളിവുകളുടെ അഭാവത്തിൽ കോടതി കുറ്റവിമുക്തനാക്കിയത്. 2021 ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അൻസാരിയും ഭാര്യയും തമ്മിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നു. 2021 ജൂൺ 25-ന് അൻസാരി എലിവിഷം ഐസ്ക്രീമിൽ കലർത്തി തന്റെ 3 മക്കൾക്കും കൊടുത്തു എന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. കടുത്ത വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട കുട്ടികളിൽ 2 പേർ രക്ഷപ്പെട്ടു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 4 ദിവസത്തിനു ശേഷം കുട്ടികളിൽ ഒരാൾ മരിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും ഭർത്താവിനെതിരെ പരാതി നൽകാൻ ഭാര്യ തയ്യാറായില്ല. ജെല്ലിമിഠായി വാങ്ങി കഴിച്ചതിന് പിന്നാലെയാണ് വയറുവേദന അനുഭവപ്പെട്ടതെന്ന് ഇവരുടെ മകളും കോടതിയിൽ പറഞ്ഞു. അച്ഛൻ ഐസ്ക്രീം വാങ്ങി തന്നിട്ടില്ലെന്നും ആ സമയത്ത് അച്ഛൻ വീട്ടിൽ പോലും ഇല്ലായിരുന്നുവെന്നും മകൾ പറഞ്ഞു. ഇതോടെയാണ് അൻസാരിക്കെതിരായ കേസ് ദുർബലമായത്. മെഡിക്കൽ പരിശോധനയിലെ വീഴ്ചയും കേസ് ദുർബലമാകാനുള്ള മറ്റൊരു കാരണമായി. കായംകുളത്ത് അഭിഭാഷകനായ മകൻ അച്ഛനെ കൊലപ്പെടുത്തിയത് ലഹരിയിൽ രക്ഷിതാക്കളെ മനസ്സിലാക്കാതെ. കായംകുളം പുല്ലുകുളങ്ങരയിൽ അഭിഭാഷകനായ മകൻ അച്ഛനെയും അമ്മയെയും ആക്രമിച്ചത് ലഹരിയിൽ രക്ഷിതാക്കളെ മനസ്സിലാക്കാതെയെന്ന് പ്രതിയുടെ മൊഴി. നടരാജനെ മകൻ നവജിത്ത് 47 തവണയാണ് വെട്ടിയത്. മുഖവും തലയും വെട്ടി വികൃതമാക്കി. പ്രതി അതിമാരകമായ ലഹരിമരുന്നാണ് ഉപയോഗിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. അടുത്ത ദിവസം ഭാര്യയെ പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനിരിക്കെ നവംബർ 30-ന് രാത്രിയിലാണ് നവജിത്ത് അച്ഛനെ കൊന്നതും അമ്മയെ പരിക്കേൽപ്പിച്ചതും. രാവിലെ മുതൽ നവജിത്ത് വീട്ടിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഇടയ്ക്ക് ലഹരി മരുന്ന് ഉപയോഗിച്ചു. ഇത് മാതാപിതാക്കൾ ചോദ്യം ചെയ്താണ് പ്രകോപനത്തിന് ഇടയാക്കിയത്. പിതാവിന്റെ കണ്ണിനടക്കം വെട്ടിയതിനാൽ പുറത്തേക്ക് തള്ളിയ നിലയിലായിരുന്നു. കൈപ്പത്തി വെട്ടിമാറ്റിയിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അമ്മ നിലവിൽ ചികിത്സയിലാണ്. ഇവരുടെ വിരലുകളെല്ലാം അറുത്തു മുറിച്ച നിലയിലായിരുന്നു. ബഹളം കേട്ടെത്തിയ നാട്ടുകാർ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് അകത്തേക്ക് കയറിയത്. ഇവരോട് അകത്ത് 2 ഡമ്പികൾ ഉണ്ടെന്നാണ് ചോരയിൽ കുളിച്ച് കയ്യിൽ കത്തിയുമായി നിൽക്കുന്ന നവജിത്ത് പറഞ്ഞത്. പോലീസ് എത്തിയതിന് പിന്നാലെ വീടിന്റെ മുകളിലെ നിലയിലേക്ക് പോയ നവജിത്തിനെ ബലപ്രയോഗത്തിലൂടെയാണ് കീഴടക്കാനായത്. മാവേലിക്കര കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന നവജിത്തിന് 2 സഹോദരങ്ങളുമുണ്ട്. ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. കൊച്ചി പറവൂർ നന്ദ്യാട്ടുകുന്നം അമ്പാട്ട് കോളനിയിലാണ് സംഭവം. ഏറ്റുമുട്ടലിനിടെ യുവതിയെ ബിയർ ബോട്ടിലടിച്ച് തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. രാത്രി കാറിലെത്തിയ യുവതി ഉൾപ്പെടെയുള്ള 4-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിനിടെ എറിഞ്ഞ സ്ഫോടക വസ്തുക്കളിൽ 1 പൊട്ടിപ്പോയി. വാടക വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ ഓടിക്കൂടി പോലീസിനെ വിവരം അറിയിച്ചു. പറവൂർ പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും സംഘം കാറിൽ കടന്നു കളഞ്ഞു. രാത്രി 12 മണിയോടെ അതേ സംഘം വീണ്ടും തിരിച്ചെത്തി വാടക വീട്ടിലുള്ളവരുമായി തർക്കത്തിലേർപ്പെട്ടു. ഇതിനിടെ 2ാമത്തെ സ്ഫോടക വസ്തു എറിഞ്ഞെങ്കിലും അത് പൊട്ടിയില്ല. ബഹളത്തിനിടെ വാടക വീട്ടിൽ താമസിക്കുന്ന റോഷിനെ കുപ്പികൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ 95-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. അയൽക്കാരനായ 68-കാരൻ അറസ്റ്റിൽ. പ്രതി പത്രോസ് ജോണിനെയാണ് പെരിനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പട്ടാപ്പകലായിരുന്നു സംഭവം. വീട്ടുമുറ്റത്ത് നിന്ന വയോധികയെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി വായിൽ തുണി തിരികെ കയറ്റി അകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മൽപ്പിടുത്തത്തിനിടയിൽ വായിലെ തുണി മാറിയതോടെ വയോധിക നിലവിളിച്ചു. ഇതോടെ നാട്ടുകാർ ഓടിയെത്തി പീഡന ശ്രമം തടഞ്ഞ് വയോധികയെ മോചിപ്പിക്കുകയും പ്രതിയെ പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. വീട്ടിൽ വയോധികയും മകളും മാത്രമാണുള്ളത്. മകൾ ജോലിക്ക് പോയ സമയത്തായിരുന്നു അക്രമം. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ സ്ഥാനാർത്ഥി അറസ്റ്റിൽ.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പ്രചരണം തുടങ്ങിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ 6-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പുത്തൻപറമ്പിൽ രാഹുലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുകയായിരുന്നു രാഹുൽ. കാമുകിയുടെ ആൺസുഹൃത്തിനെ ആക്രമിച്ച യുവാവ് പിടിയിൽ. വർക്കല റെയിൽവേ സ്റ്റേഷനിലെ 2-ാം പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ആക്രമണം. ആലപ്പുഴയിൽ നിന്നും ട്രെയിനിൽ കാമുകിക്കൊപ്പം ഇറങ്ങിയപ്പോൾ ഋഷിജിത്ത് എന്ന യുവാവിനെ 3-അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. കല്ലുകൊണ്ട് തലക്കിടിക്കുകയും ബ്ലേഡ് കൊണ്ട് കഴുത്ത് മുറിക്കുകയും ചെയ്തു. തുടർന്ന് സംഘം കടന്നു കളഞ്ഞു. ഇന്ന് രാവിലെ ദീപകിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ആക്രമണ കാരണം വ്യക്തമായത്. 8 വർഷമായി ദീപക്കും പെൺകുട്ടിയും സൗഹൃദത്തിലായിരുന്നു. പിന്നീട് പെൺകുട്ടി ഋഷിജിത്തുമായി അടുത്തു. പെൺകുട്ടിയുമായുള്ള സൗഹൃദത്തിൽ നിന്ന് പിന്മാറണമെന്ന് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഋഷിജിത്ത് അനുസരിച്ചില്ല. തുടർന്നാണ് ആക്രമണം നടത്തിയതെന്ന് ദീപക് പോലീസിന് മൊഴി നൽകി. കഴുത്തിനും തലയ്ക്കും ഗുരുതരമായ പരിക്കുകളോടെ ഋഷിജിത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആലപ്പുഴയിൽ സ്വകാര്യ കോൾ സെന്ററിലെ ജീവനക്കാരിയാണ് യുവതി. ഓട്ടോ ഡ്രൈവർ അനിൽകുമാർ വധക്കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവ്. തലവടി ആനമ്പ്രാൽ വടക്ക് പുത്തൻ വീട്ടിൽ ഓട്ടോ ഡ്രൈവർ അനിൽകുമാറിനെ കൊന്ന കേസിൽ 1-ാം പ്രതി ആനംപറമ്പാൽ കളങ്ങര ഭാഗത്ത് വീട്ടിൽ അമൽ, 2-ാം പ്രതി കൊച്ചുപറമ്പ് വീട്ടിൽ കെവിൻ എന്നിവരെയാണ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി 2 ജഡ്ജി എസ് ഭാരതി ശിക്ഷിച്ചത്. 1 ലക്ഷം രൂപ വീതം പിഴയൊടുക്കണം. തെളിവുകളുടെ അഭാവത്തിൽ 3-ാം പ്രതി രാഹുലിനെ വെറുതെ വിട്ടു. 2019 ജനുവരി 14 രാത്രി 12:30 കേസിനാസ്പദമായ സംഭവം. കെവിന്റെ സഹോദരിയെ എടത്തോപ്പച്ചയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരികെ ഓട്ടോയിൽ വരുന്ന വഴിയിൽ ഇറക്കിവിട്ടതിന്റെ വിരോധത്തിൽ അനിൽകുമാറിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഭാര്യയുടെ മുന്നിലിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ ഭാര്യ സന്ധ്യയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അമലിന്റെ കൈവശം കരുതിയ മൂർച്ചയേറിയ കത്തികൊണ്ട് ഓട്ടോ ഡ്രൈവർ അനിൽകുമാറിന്റെ തലയിലും ഇടതു തോളിലും ഇടത് കക്ഷത്തും വലത് നെഞ്ചിലും ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു. 2-ാം പ്രതിയായ കെവിനാണ് അനിൽകുമാറിനെ പിടിച്ചു നിർത്തിയത്. തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കൊല്ലാൻ ഉപയോഗിച്ച കത്തിയും വസ്ത്രങ്ങളും ഒളിപ്പിക്കാൻ സഹായിച്ചതിനാണ് രാഹുലിനെ 3-ാം പ്രതിയാക്കിയത്.